പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ സർക്കാരിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. സ്പീക്കർക്ക് എഴുതി നൽകി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്ത് ധാരണയായി. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയത് ശൂന്യവേളയിൽ ഉന്നയിക്കാനും തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എക്സ്യാൻ. എന്തായാലും ഇന്ന് മുതൽ നിയമസഭാ നടപടിക്രമങ്ങൾ കൃത്യമായി നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. അതായത് ചോദ്യോത്തരം, റൂൾ 50 അടക്കമുള്ളവ എല്ലാ നടപടിക്രമങ്ങളും ഇന്ന് മുതൽ ഉണ്ടാകും. ഗവർണറുടെ നയപ്രസംഗത്തിൻ്റെ നന്ദിപ്രമേയ ചർച്ച അത് ഉച്ചയ്ക്ക് ശേഷം നടക്കും. എന്തായാലും മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സംസ്ഥാന സർക്കാർ തീരുമാനം, ആ തീരുമാനത്തെ അഴിമതി ആരോപണമായി തന്നെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അതുപ്രകാരം നിയമസഭയിൽ അഴിമതി ആരോപണം എഴുതി നൽകും. എഴുതി നൽകിയ ശേഷം പ്രതിപക്ഷം അത് ഉന്നയിക്കും. സാധാരണ അടിയന്തര പ്രമേയത്തിലൊക്കെയാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കാറ്. പക്ഷേ ഇത്തവണ അടിയന്തര പ്രമേയത്തിൽ ബ്രൂവറി അനുമതി അത് ഉന്നയിക്കേണ്ടതില്ല, പകരം അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ലഭിക്കുക എഴുതി നൽകി അഴിമതി ആരോപണമായി ഉന്നയിക്കുന്നതാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത്. അതേസമയം റൂൾ 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയമായി വരാൻ സാധ്യത ഈ കൂത്താട്ടുകുളം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയാണ്. ഈ പരാതിയിൽ ഇപ്പോൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണ് സാധ്യത. അനൂപ് ജേക്കബ് ആയിരിക്കും ഒരുപക്ഷെ ഇത് അടിയന്തര പ്രമേയ അനുമതിക്കുള്ള നോട്ടീസ് നൽകാൻ സാധ്യതയുള്ളത്. എന്തായാലും കലാരാജുവിൻ്റെ വിഷയം ഇന്ന് നിയമസഭയിൽ പ്രക്ഷുബ്ധമാക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചട്ടം 118 പ്രകാരമുള്ള പ്രമേയമാണ്. അത് സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ച് ഈ സഭാ കാലയളവിൽ ഒരു പുതിയ പ്രമേയം കൊണ്ടുവരുന്നു. UGC ചട്ട ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ച് അവതരിപ്പിക്കാൻ പോകുന്നു. ഐക്യകണ്ഠേന ഇത് പ്രമേയം നിയമസഭയിൽ പാസ്സാക്കാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യം കാണിച്ചുകൊണ്ടൊരു കത്ത് സർക്കാരിന് നൽകിയിരുന്നു. ആ കത്ത് കൂടി പരിഗണിച്ചാണ് ഇന്ന് ചട്ടം 118 പ്രകാരമുള്ള പ്രമേയമായി UGC ചട്ട ഭേദഗതി കരടിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.